ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങളെ ഒരുപാട് പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, പ്രഡിക്ഷൻ വീഡിയോകൾ കണ്ടുകൊണ്ട് വരരുത്, പണി കിട്ടും, അല്ലെങ്കിൽ ഓണപരീക്ഷയുടെ മാർക്കൊക്കെ കുറയും. പക്ഷേ ഇപ്പോഴിതാ നിങ്ങളുടെ മുന്നിലേക്ക് പ്രഡിക്ഷൻ കണ്ടുപോയി പരീക്ഷ എഴുതിയ എല്ലാവർക്കും തന്നെ നല്ല മാർക്ക്, നല്ല ഒത്ത എഴുതിയിട്ടുണ്ടെങ്കിൽ പല പല പ്ലാറ്റ്ഫോമുകളുണ്ട്, അവിടെ എല്ലാം പല പ്രഡിക്ഷൻസ് ആയിരുന്നു. അത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണ പരീക്ഷയുടെ സ്കോറും നന്നായി തന്നെ ആയിരിക്കും. പക്ഷേ ഇത് ഒരു ശാശ്വതമായിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ സൊല്യൂഷൻ അല്ല. അതിനുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, അടുത്ത ടേം മുതൽ ഈ ചോദ്യ പേപ്പറിന്റെ ശൈലി തന്നെ മാറ്റാൻ പോവുകയാണ്. അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ SSLC +1 +2 പോട്ടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ശൈലിയിലുള്ള ടൈപ്പ് ഓഫ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. അതൊരു പക്ഷേ ഈ തരത്തിൽ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോയതോ അല്ലെങ്കിൽ ലാസ്റ്റ് 1/2 മണിക്കൂറിലും 1 മണിക്കൂറിലും പ്രഡിക്ഷൻ വീഡിയോ കണ്ടുപോയി കൊണ്ട് എഴുതാൻ പറ്റുന്നതായിരിക്കില്ല എന്ന് കൂടി വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപിക്കുന്നുണ്ട്. മറിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ആ തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറ്റുന്നുണ്ട് എന്നതാണ്. ഇനി മറ്റൊന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓണപ്പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള നിലവാരമില്ല എങ്കിൽ 2 ആഴ്ചത്തോളം സ്പെഷ്യൽ ക്ലാസ് വയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ അതും വിദ്യാഭ്യാസ വകുപ്പ് വളരെ കൃത്യമായിട്ട് അത് ആലോചിക്കുകയാണ്, പ്രത്യേകിച്ച് 9നും 8നും ഒക്കെയാണ്. കാരണം നിങ്ങൾക്ക് ഓരോ ടൈമിലും ആ നിലവാരം ഉണ്ടെങ്കിൽ മാത്രമാണ് അവസാനം 30% എന്ന് പറയുന്ന ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക്, ആ ഒരു ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുകയുള്ളൂ. അല്ലാത്തവരെ വെറുതെ ജയിപ്പിച്ച് വിരണ്ട എന്ന നിർദ്ദേശവും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ്, സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ പോവാണ്. ഒരു ഓണാവധി കിട്ടി, പക്ഷേ ഓണപരീക്ഷയുടെ ഓളങ്ങൾ മാറുന്നില്ല. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഠിച്ച് പരീക്ഷ എഴുതിയതിന് ശേഷം ഇനി തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കാത്തിരിക്കുന്നത് ഇതിൻ്റെ പേപ്പറുകളും PTA മീറ്റിംഗ്സ് ഒക്കെയാണ്. പക്ഷേ ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു ലേണിംഗ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ ഈ നടപടികൾ എങ്ങനെയുണ്ട്? സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ടാറ്റ.